ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്ത് ഡിന്നർ റെസിപ്പിയും അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ചെയ്തു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിറ്റേ ദിവസത്തെ രാവിലത്തെ ജോലികൾ എളുപ്പമാകാനായിട്ട് തലേന്ന് നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് എത്ര മാസമായെന്ന്. ഇപ്പോൾ 5 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 6 തുടങ്ങി. പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ ഓരോരുത്തരുടെയും പ്രഗ്നൻസി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ പാത്തുവിൻ്റെ സമയത്തെ ആ ഒരു എക്സ്പീരിയൻസേ അല്ല ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചില ദിവസം ഞാൻ ഓക്കെയാണ്. പിന്നെ ബാക്ക് പെയിന്, ലെഗ് പെയിന്, കാലിന് നീര് വയ്ക്കുന്നു, ഇതൊക്കെ എനിക്ക് ഇത്തവണയുണ്ട്. പാത്തുവിൻ്റെ സമയത്ത് എനിക്ക് ആദ്യത്തെ മാസങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ വെച്ച് കുടിച്ച് റസ്കൊക്കെ കഴിച്ച് പാത്തുവിന് നേരത്തെ ഒരു ബനാന ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് പാർക്കിൽ പോകണമെന്നും പറഞ്ഞ് അമ്മയും കൂട്ടി പാർക്കിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവൾ പാർക്കിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഇവൾ കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ബട്ടൂര ഉണ്ടാക്കി തരാമോ, ബട്ടൂര ഉണ്ടാക്കി തരാമെന്ന്. അപ്പം ഞാനിപ്പം സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വാശി പിടിക്കാറൊന്നുമില്ല. അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ഉണ്ടാക്കി തരാനൊക്കെ പറയും. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ബട്ടൂര ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ പനീർ ബട്ടർ മസാലയും വെച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഹാപ്പിയാവും. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം റവയൊന്ന് ഞാൻ സോക്കാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഹാള് മാത്രം ഒന്ന് തൂത്തുവാരി, അധികം അഴുക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തൂത്തുവാരി. പിന്നെ റവയിലേക്ക് തന്നെ ഞാൻ ബാക്കി പൊടികളും വേണ്ട സാധനങ്ങളും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബട്ടൂരയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ആ മാവെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആകാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളക്ക് കത്തിക്കാനായിട്ട് പോയി. അപ്പം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഞാൻ സന്ധ്യാനാമം ടി വിയിലും കൂടെ വയ്ക്കും. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഞാൻ നാമമൊക്കെ ജപിച്ചതിന് ശേഷം പതുക്കെ എഴുന്നേറ്റ് വന്ന് ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാമം ജപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ പാത്തു അമ്മയും പാർക്കിൽ നിന്ന് വന്നു. പാത്തുവിനിപ്പോൾ പാർക്കിൽ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇന്ന് ചെന്നപ്പോഴത്തേക്കും ആ ഫ്രണ്ട് പെട്ടെന്ന് പോയി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ സങ്കടം പറയുകയാണ് വന്ന് നിന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വായോ എന്നും പറഞ്ഞിട്ട് അവളെ അമ്മയും കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. പാർക്കിലൊക്കെ പോയി കളിച്ചായതുകൊണ്ട് വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറ്റും, കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട്. അങ്ങനെ അവൾ അമ്മയും കൂടെ ഡ്രസ്സൊക്കെ മാറ്റാൻ പോയപ്പോഴത്തേക്കും ഞാൻ സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ടുള്ള പനീറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 200 ഗ്രാം പനീറുണ്ട്. അത് ഞാൻ എല്ലാം ഒരേ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിലാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് വേണ്ടതെല്ലാം വഴറ്റിയെടുക്കുന്നത്. കള്ളം കളഞ്ഞ് വെള്ളത്തിന്റെ ചെറുക് തള്ളി വന്ന് കണക്ക് എന്നുള്ളത്ത് വന്നു ദേവി നീ, സരസ്വതി ദേവി നീ. സരസ്വതി ദേവി നീ. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് പാത്തുവിൻ്റെ നാമം ജപിക്കുന്നത് ഒന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്, അതുകൊണ്ട് പേസ്റ്റ് ചേർക്കണം എന്നില്ല, ഇങ്ങനെയൊന്ന് അരിഞ്ഞിട്ടാൽ മതിയാകും. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നമ്മൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് അരച്ചെടുക്കേണ്ടതാണ് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഇടേണ്ടതായിരുന്നു ഞാൻ, പക്ഷേ വിട്ടു. ഏതാണ്ട് 2 ഏലക്കയും 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഇടുന്ന സമയത്ത് തന്നെ ഇടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് വഴലാനായിട്ട് വെക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 വലിയ പഴുത്ത തക്കാളിയാണ്. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസിലുള്ള തക്കാളിയാണെങ്കിൽ 3 തക്കാളി വരെ എടുക്കാം. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്
ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. കാരണം തക്കാളി നന്നായിട്ട് വെന്തിട്ട് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തക്കാളി വേവാനായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ അമ്മ പിറ്റേ ദിവസം കൂർക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ടുള്ള കൂർക്ക നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു മലയാളി കടയിൽ കൂർക്കയൊക്കെ കിട്ടും. അപ്പോൾ അവിടെ പോയപ്പം കൂർക്ക മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ അതെല്ലാം വഴറ്റി കൊടുക്കുന്നു. അമ്മ കൂർക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു. പാത്തുവാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്, സ്കൂളിലെ വിശേഷമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പിറ്റേ ദിവസം കറി വെക്കാനുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോഴേക്കും ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടാറാനായിട്ട് ആ പാനിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ഇട്ടിട്ട് ഞാൻ നമ്മൾ പനീറൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡൊന്ന് ജസ്റ്റ് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ അത് തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെടുക്കാം. നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ അരയ്ക്കാനായിട്ടുള്ളതെല്ലാം മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം അത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. സവോളയും തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് അത് നല്ല പേസ്റ്റായിട്ടൊക്കെ അരച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ പനീർ കട്ട് ചെയ്ത സമയത്ത് പാത്തുവിന് ഒരു 3-4 പീസ് എടുത്തിട്ട് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ ഫ്രൈ കഴിക്കാനായിട്ട്. അപ്പോൾ അതിനകത്തൊന്ന് 3-4 പീസ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ബട്ടറിൽ കിടന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അവൾക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഒരു സൈഡൊന്ന് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പേസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഒരാഴ്ചത്തേക്കൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് മതിയാവും. പിന്നെ നമ്മളല്ലാതെ അരിഞ്ഞിടേണ്ട കാര്യങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്യാനോ പേസ്റ്റ് ആക്കാനോ ഒന്നും പോകണ്ട. ഒരുപാട് നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്. കറിവേപ്പിലയൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി ഫ്രിഡ്ജ് വെക്കുക. പച്ചമുളകൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി ഫ്രിഡ്ജ് വെക്കുക. മല്ലിയില യൂസ് ചെയ്യേണ്ടവർക്ക് അതും അങ്ങനെ ചെയ്യാം. പിന്നെ തേങ്ങ ചിരണ്ടുക, ഒരു 2-3 തേങ്ങയൊക്കെ ഒന്നിച്ച് ചിരണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസത്തെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ചെയ്യുന്ന ജോലികളിൽ നിന്ന് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ പാത്തുവിൻ്റെ പനീർ ഫ്രൈ ഒക്കെ റെഡി ആയപ്പോഴത്തേക്കും അമ്മ അത് കൊണ്ട് കൊടുത്തു. പിന്നെ അതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു ചെറിയ സവാളയായിരുന്നു കേട്ടോ. വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് വേണ്ട പൊടികളും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ നമ്മൾ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൽ കുറച്ചും കൂടെ താഴെ ഞാൻ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സവോളയും തക്കാളിയൊക്കെ കൂടി ഉള്ളത്, അതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മളിത് അരിച്ചൊന്നും എടുക്കണ്ട. അതേസമയം നമ്മൾ അരച്ചത് റെഡി ആയിട്ടില്ലെങ്കിൽ തരിയൊക്കെ കാണും കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ നമ്മൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന പനീറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിച്ച് വരാനായിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിട്ട് വേണം നിങ്ങൾ അടച്ചു വെക്കണം. എപ്പോഴും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 3-4 മിനിറ്റ് നമ്മളിതിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പനീർ പെട്ടെന്ന് കുക്കാവും, പ്രത്യേകിച്ച് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തതും കൂടെ ആയതുകൊണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിക്കുകയാണ് കേട്ടോ. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ചേഞ്ചായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും നല്ല ആസ്വദിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് എന്താ പറയുക, മടുപ്പ് തോന്നത്തില്ല. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും നിങ്ങൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ ഇടണം, എങ്കിലേ ആ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ സമയത്ത് നല്ലൊരു സ്മെല്ലും വരും കേട്ടോ. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടർ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വയ്ക്കുക. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കുമ്പോഴത്തേക്കും ആ ബട്ടറും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട്, ചിലർ
പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. അതേസമയം ഉപ്പ് എന്തെങ്കിലും ആവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ ആ സമയത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ പനീർ ബട്ടർ മസാല റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ ബട്ടൂരയ്ക്കുള്ള മാവൊക്കെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നു. എന്നിട്ടൊന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ ഞാൻ. ആ സമയത്ത് അമ്മ അവിടെ വന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണ്. എണ്ണയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയൊക്കെ അമ്മ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ ബട്ടൂരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഞാൻ വളരെ ചെറുതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഫ്രൈ ചെയ്ത് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ബട്ടൂരയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തു വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൈയൊക്കെ കഴുകിയിട്ട് വായോ, വിളമ്പി തരാമെന്ന്. അങ്ങനെ പാത്തു കൈയൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പാത്തുവിനൊരു പാത്രത്തിലേക്ക് കുറച്ച് പനീർ ബട്ടർ മസാലയും ബട്ടൂരയും കൂടെ വെച്ച് കൊടുത്ത് അവൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഫസ്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയെ സൂപ്പറാന്നല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കഴിച്ചു. അവൾ കഴിക്കുന്ന സമയം കൊണ്ട് അമ്മ പിറ്റേ ദിവസത്തേക്ക് ചോറിന് വേണ്ടിയിട്ട് അരി തിളയ്ക്കാനായിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാനുള്ള അരി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഒത്തിരി വർഷമായിട്ട് തന്നെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ തലേന്ന് ചോറിങ്ങനെ തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് വാർത്തെടുക്കാൻ സമയം ഒത്തിരി ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാൻ പറ്റും. അങ്ങനെ അതവിടെ തിളയ്ക്കുന്ന സമയം ഞാൻ അമ്മയോട് പറഞ്ഞാൽ പിന്നെ നമുക്കും കൂടെ കഴിക്കാം ചൂടോടെ. കാരണം ദിനും ഇപ്പോൾ എന്നും ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അത്രയും സമയം എനിക്കിപ്പോൾ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ എന്നും കഴിക്കും. ഇന്നിപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയും കഴിച്ചു, ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞ് അമ്മയും കൂടെ പിടിച്ചിരുത്തി കേട്ടോ കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ അമ്മ ദിനു വന്നു കഴിഞ്ഞ് ദിനുവിൻ്റെ കൂടെ ഇരുന്നാണ് കഴിക്കാറ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പാത്തു അവിടെ ഇരുന്ന് പഠിപ്പിക്കുവാണ് കേട്ടോ. ആരൊക്കെയോ സ്റ്റുഡൻസ് ആണെന്നും പറഞ്ഞിരുന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് നമ്മൾ കൊഞ്ചുമാങ്ങ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൊഞ്ചൊക്കെ അമ്മ തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. സമയമുള്ളപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും. അപ്പം തീയലുണ്ടാക്കണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിലൊക്കെ ഈസി ആയിരിക്കും. അപ്പം ഒരു ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തെ കറികൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം തയ്യാറാക്കി വെക്കാം. അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ആണെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് തിരക്ക് പിടിച്ച് അതെല്ലാം കഴുകി ഉണക്കാനായിട്ട് നിൽക്കേണ്ട. അങ്ങനെ പിന്നെ ദിനു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ദിനവും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോഴത്തേനും നമുക്ക് നല്ല പോസിറ്റീവായിട്ട് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് എപ്പോഴും ഇങ്ങനെ കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് കാണണം കേട്ടോ രാവിലെ എണീറ്റ് വരുമ്പോൾ. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാളും പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അധികം പിന്നെ പാത്രം അങ്ങനെ നിരത്തിയിട്ട് ബുദ്ധിമുട്ടിക്കാറില്ല. ടോയ്സൊക്കെ ആണെങ്കിൽ അവൾ തന്നെ തിരിച്ചെടുത്ത് വെച്ചോളും. ഇപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് ലേറ്റ് ആകാനായിട്ട് ഇരിക്കത്തില്ല. ഞാൻ നേരത്തെ പോയി കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അവർ ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കുകയാണ്. അപ്പം പൊതുവേ നമ്മുടെ ഒരു നൈറ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.